ഇക്കഴിഞ്ഞ ഏപ്രിലാണ് നടിയെ ആക്രമിച്ച കേസിൽ നിയമ പോരാട്ടത്തിന് ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ് രൂപീകരിച്ചത്. അവൾക്കൊപ്പം ലീഗൽ സപ്പോർട്ട് ട്രസ്റ്റ് എന്ന പേരിലാണ് പ്രമുഖർ ഉൾപ്പെടുന്ന ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത്. കെ. അജിത, ദീദി ദാമോദരൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, ജോസഫ് ടി മാത്യു ഉൾപ്പെടെയാണ് ട്രസ്റ്റിന് രൂപം നൽകിയത്. നടിക്ക് മാനസികമായും സാമ്പത്തികമായും നിയമപരമായും പിന്തുണ ഉറപ്പാക്കാനാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യം. ഇപ്പോഴത്തെ ട്രസ്റ്റ് രൂപീകരണത്തിന് എതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ശാന്തവിള ദിനേശ്. നടിയുടെ പേര് പറഞ്ഞ് ഇക്കൂട്ടർ ലോകം മുഴുവൻ പൈസ പിരിക്കുന്നതും പുട്ടടിക്കാനല്ലാതെ പിന്നെ എന്തിനാണെന്ന് സംവിധായകൻ ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: മറ്റൊരു തട്ടിപ്പിന് വേണ്ടിയുള്ള പിരിവിന് ചിലർ ഇറങ്ങിയിട്ടുണ്ട്. എം ഡിയുടെ ആദ്യ ഭാര്യയുടെ ഇല്ലാക്കഥ എഴുതി കൊച്ചുപുസ്തകം പോലെ ചൂടപ്പം പോലെ വിറ്റ് കാശടിച്ച രണ്ട് പെൺപിള്ളമാരും വിപ്ലവ റിട്ടേൺ സിംഹമണിയായും ശബ്ദം വിൽക്കുന്നവളുടെ കൂടി നടിയായി ആക്രമിച്ച കേസിൽ വിധി ശരിയായില്ല. അതിനാൽ ഡൽഹിയിൽ നിന്ന് ഒരു വനിതാ പുലിയെ ഇറക്കി വിധി പുനഃപരിശോധിച്ച് ദിലീപിനെ അകത്താക്കാനായി ഒരു ട്രസ്റ്റ് തന്നെ അങ്ങ് രൂപീകരിച്ചു. കേട്ടപ്പോൾ സംഗതി കൊള്ളാമല്ലോ എന്ന് തോന്നി. നട്ടാപ്പാക്കലാം എന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ചേച്ചിയെ വിളിക്കാവുന്ന ഒരാൾ എന്നെ വിളിച്ചിട്ട് അതിജീവിതയ്ക്കായി കേസ് നടത്താൻ ഒരു ട്രസ്റ്റ് രൂപീകരണം കൊണ്ടാണ് ഇത് അറിഞ്ഞോ എന്ന് ചോദിച്ചു. അതിജീവിത പിച്ചക്കാരിയാണോ എന്ന് ഞാൻ തിരിച്ചും ചോദിച്ചു. വിപ്ലവ നായികയുടെ മകൾ ആ ചേച്ചിയുടെ വിളിച്ച് ട്രസ്റ്റിലേക്ക് കുറച്ച് പണം ഇടണമെന്ന് പറഞ്ഞു. ഒരു പാവപ്പെട്ടവൾക്ക് നിയമസഹായത്തിനോ മരുന്നിനോ ആഹാരത്തിനോ വീട് വെക്കാനോ 10,000 ചോദിച്ചു തരാമെന്ന് ചേച്ചി ഉത്തരം പറഞ്ഞു. കോടീശ്വരിയായ നടി, ഭർത്താവ് ശതകോടീശ്വരനായ ബി.ജെ.പി. എം.എൽ.എയുടെ മകൻ. അവർക്ക് കേസ് നടത്താൻ നിങ്ങൾ എന്തിനാണ് കാശ് പിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വിപ്ലവ സിംഹണിയെ മോൾ ഫോൺ കട്ടായി. പിന്നാലെ വിപ്ലവ സിംഹണി തന്നെ ചേച്ചിയെ വിളിച്ചു. 1000 രൂപയെങ്കിലും ഇടാൻ ആവശ്യപ്പെട്ടു. 10 പൈസ ഇതിനായി തരില്ലെന്ന് പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ആ ചേച്ചി ഫോൺ വെച്ചു. എം ഡിക്കെതിരെ പരദൂഷണം എഴുതിയ രണ്ടുപേർ ചേർന്നാണ്. അതിനിൽ തെറി എഴുതി വെച്ച് അവൾ വിപ്ലവ സിംഹണിയുടെ മകളായി ചേർന്ന് തലസ്ഥാനത്ത് തമ്പടിച്ചാണത്രേ മഹാപിരിവ്. വലിയ വലിയ പെണ്ണുങ്ങൾ ചോദിക്കാത്ത വലിയ തുക ഇട്ടുതരുന്ന ദിലീപിനെ പൂട്ടാൻ എന്നാണ് കാശ് ചോദിച്ചു ചെല്ലുമ്പോൾ ഇവർ പറയുന്നത്. നാണമുണ്ട് എന്നോട് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്.